കോഴിക്കോട് ഫുഡ് ഡെലിവറി ജീവനക്കാരനായ യുവാവിനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേവരമ്പലം ബൈപ്പാസിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. എലത്തൂർ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെ ചേവരമ്പലം ബൈപ്പാസ് റോഡിൽ അന്യസംസ്ഥാന തൊഴിലാളിയാണ് മൃതദേഹം കണ്ടത്. സമീപത്തെ വെള്ളക്കെട്ടിൽ വീണുകിടക്കുന്ന നിലയിലായിരുന്നു യുവാവും ബൈക്കും. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടൻ പോലീസ് സംഭവ സ്ഥലത്തെത്തി. രാത്രിയിലാണ് അപകടം നടന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഡിവൈഡറിൽ തട്ടി ബൈക്ക് മറിഞ്ഞതാകാനാണ് സാധ്യത. മറ്റേതെങ്കിലും വാഹനം ഇടിച്ചതാണോ എന്ന സംശയവുമുണ്ട്. അപകടം നടന്ന സ്ഥലം സ്ഥിരം അപകട മേഖലയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ബന്ധപ്പെട്ടവരെ പലതവണ വിവരം ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ 2 മാസം മുമ്പ് ആക്സിഡന്റ് ഇവിടെ ബൈക്ക് വീണത് ഈ വെള്ളത്തില്. അപ്പൊ അന്ന് പറഞ്ഞപ്പോ ബൈപ്പാസ് പണി നടക്കുന്നതാണ്, അപ്പോൾ വണ്ടിക്കാരെ ശ്രദ്ധിക്കണമെന്ന്. വണ്ടിക്കാർ എങ്ങനെയാ ശ്രദ്ധിക്കുക? അവിടുന്ന് ഒരു വണ്ടി വരികയാണെങ്കിൽ ഈ റോഡിന്റെ കറക്റ്റായിട്ടാണ് വരിക, ഇങ്ങോട്ട് വരിക. വേറൊരു വണ്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ വെളിച്ചത്തിൽ ചെറിയ വണ്ടിക്കാർ കാണൂല. അല്ലെങ്കിൽ ഇതേമാതിരി ഒരു 2-3 അവിടെ കൊണ്ടുവച്ചാണ് പ്രശ്നമില്ല. ഈ ലോറിയൊക്കെ സൈഡിൽ നിർത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വരാൻ കഴിയില്ല. ഞങ്ങൾ ഇവിടെ ഓടുന്ന ആൾക്കാരാണ്. നമുക്കിവിടെ ഇവിടുത്തെ ഏരിയ മനസ്സിലാവും, ഇവിടെ ഒരു കുഴി ഉണ്ടെന്നുള്ളത്. അല്ലാതെ പുറത്തുള്ള ആൾക്കാർക്ക് നല്ലത് എവിടുന്നോ ഉള്ള ആളുകൾ കൈക്കോട് പണിയെടുക്കുന്നത്, ഡെലിവറി ബോയ് ആയിട്ട് പണിയെടുക്കുന്നതാണ്. ഈ ഭാഗത്ത് റോഡ് പണി നടക്കുകയാണ്. സമീപത്തായി മുന്നറിയിപ്പ് ബോർഡുകളോ ബാരിക്കേഡോ വെച്ചിട്ടില്ല. ആവശ്യത്തിന് വെളിച്ചം പോലും ഈ ഭാഗത്തില്ല. രാത്രി ലോറികളടക്കം റോഡരികിൽ നിർത്തിയിടുന്നതും അപകടത്തിന് കാരണമാകുന്നതായും യാത്രക്കാരും പ്രദേശവാസികളും പറയുന്നു. സംഭവത്തിൽ ചേവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, കോഴിക്കോട്.